ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ ടൈം ഡയലേഷനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാനാണ്. ടൈം ഡയലേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇൻട്രസ്റ്റെല്ലാർ മൂവി കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിൽ ബേസിക്കലി ടൈം ഡയലേഷനാണ് പറയുന്നത്. ഇത് ബേസിക്കലി ഒരു സയൻസ് ഫിക്ഷൻ അല്ല ശരിക്കും. ഇത് പ്രൂവ് ചെയ്ത കാര്യമാണ്. ഇപ്പോൾ ഈ ടൈം ഡയലേഷൻ എന്ന് പറയുമ്പോൾ ഈ ഇൻസ്റ്റൻ്റ് റിലേറ്റിവിറ്റി പ്രകാരം ടൈം ഒരു ഫിക്സ്ഡ് യൂണിറ്റ് അല്ല. ഇത് വെലോസിറ്റിയും ഗ്രാവിറ്റേഷണൽ ഫീൽഡും, ഗ്രാവിറ്റി ഇല്ലേ, ഗുരുത്വാകർഷണം, അതുപോലെ സ്പീഡും അനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും. നമ്മളിന്ന് വെലോസിറ്റി ടൈം ഡയലേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്, സ്പീഡിൻ്റെ അനുസരിച്ചിട്ടുള്ള ടൈം ഡയലേഷൻ. ഇത് പ്രകാരം ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ രണ്ട് ഇരട്ട സഹോദരന്മാരുണ്ട്, രാമും ശ്യാമും. രണ്ടാൾക്കും ഏകദേശം 20 വയസ്സ്. ഇപ്പോൾ ഈ 20-ാം വയസ്സിൽ ശ്യാമു പറയാണ് രാമിനോട്, ഞാൻ സ്പേസ് ക്രാഫ്റ്റിൽ ഒന്ന് സ്പേസൊക്കെ ഇറങ്ങിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഈ സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡിൻ്റെ ഏകദേശം അതേ, ഈ ലൈറ്റിൻ്റെ സ്പീഡിൻ്റെ ഏകദേശം അതേ സ്പീഡാണ്. അപ്പോൾ ഈ ശ്യാമ് സ്പേസ് ക്രാഫ്റ്റിൽ അങ്ങ് കറങ്ങാൻ പോകും, സ്പേസിൽ തിരിഞ്ഞ് ഭൂമിയിലേക്ക് എത്തും. ശ്യാമ് ഭൂമിയിലേക്ക് തിരിച്ചു വരുമ്പോൾ അതിശയത്തോടെ നോക്കണം. അവൻ്റെ ഇരട്ട സഹോദരന് വയസ്സ് 20-ാം വയസ്സിലാണല്ലോ ഇവൻ പുറപ്പെട്ടെ. ഇരട്ട സഹോദരന് വയസ്സ് 60 ഇവനോ വെറും 30 വയസ്സ്. ഇതെങ്ങനെ സംഭവിച്ചു? ഇവിടെയാണ് ടൈം ഡയലേഷൻ വന്നിരിക്കുന്നത്. ടൈം ഡയലേഷൻ എന്ന് പറയുമ്പോൾ ഈ സ്പീഡിൻ്റെ ലൈറ്റിൽ സഞ്ചരിക്കുന്ന ആൾക്ക് ടൈം സ്ലോ ആയിട്ടാണ് പോകുന്നത്, കമ്പയർ ടു ദ വൺ ഹൂ ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ എർത്ത്. അപ്പോൾ ഇതാണ് ടൈം ഡയലേഷൻ. ഗ്രാവിറ്റേഷണൽ ടൈം ഡയലേഷൻ ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.